ആക്ച്വലി സർജറി അല്ല, ചുരുങ്ങാണ് ചെയ്യുന്നത്. അതായത് ബോഡി റിവേഴ്സ് പോസിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കാണ്. ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന സംഭവമില്ലേ, അതെന്താണ് ശരിക്കും? സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും. ആ വൈറസിൽ നിന്നുണ്ടാവുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ചികിത്സിക്കുന്ന ഒരു റീസെൻ്റ് അല്ല, ഒരു 2 months അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ HPV വന്നു, സെർവിക്കൽ ക്യാൻസർ ഉണ്ടായിരുന്നു, അല്ലാതെ തന്നെ അവർക്ക് ലിംഫാറ്റിക് സ്പ്രെഡും ഉണ്ടായിരുന്നു, അടുത്ത ലിംഫിലോട്ട് സ്പ്രെഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിംഫ് തന്നെ എന്തോ 2.5 സെൻറ്റിമീറ്ററോളം വലിയ 2 ലിംഫിലോട്ടും സ്പ്രെഡിങ് ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ സെർവിക്സിൽ ഒരു 5 സെൻറ്റിമീറ്ററും വലിയ ഗ്രോത്തും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് കഴിഞ്ഞ ഒരു 6 മാസത്തെ സിവിയർ ബ്ലീഡിങ് ആയിരുന്നു വരുന്നതിന് മുമ്പായിട്ട്. അപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു സിവിയർ ബ്ലീഡിങ് എന്നുള്ളത്. അപ്പം ബ്ലീഡിങ്ങിനെ മെഡിസിൻ ഞാൻ കൊടുത്തു, സെർവിക്സിൻ്റെ കൊടുത്തു. ബ്ലീഡിങ് ഒക്കെ ഒരു 3 weeks 4 weeks ആയപ്പോൾ തന്നെ ഫുൾ അറസ്റ്റ് ആയി അങ്ങോട്ടേക്ക്. ഇപ്പോൾ ബ്ലീഡിംഗ് എന്നൊരു സംഭവമില്ല, അവർക്ക് 2 months ആയപ്പോൾ ബ്ലീഡിംഗ് എന്ന സംഭവമില്ല. ഇപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ആ സെർവിക്സിൻ്റെ ട്യൂമർ ചുരുങ്ങാനായിട്ടുള്ള ലിംഫിലോട്ട് ഇനിയിപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡിങ് വരാതെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി കൺട്രോൾഡ് ആണ്, അവർക്ക് ലിംഫും എല്ലാം ചുരുങ്ങുന്നുണ്ട്. സെർവിക്സിൻ്റെ അവിടുത്തെ ട്യൂമർ അതും ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ മരുന്നുകൾ അല്ലെങ്കിൽ ഹോമിയോ നമ്മളിത് കഴിക്കുന്ന ആക്ച്വലി ചുരുങ്ങാണ് ചെയ്യുന്നത്. ആക്ച്വലി സർജറി അല്ല, ചുരുങ്ങാണ് ചെയ്യുന്നത്. അതായത് ബോഡി റിവേഴ്സ് പ്രോസസ്സിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കാണ് അത്.